ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇവിടെ നെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച നെറ്റ് കംപ്ലൈൻ്റ് ചെയ്താൽ ഈ ആഴ്ചയാണ് അത് ശരിയാക്കി. 8 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് ശരിയാക്കാൻ പറ്റിയത്. അത് കാരണം നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. നെറ്റില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണമാണ് വീഡിയോസ് ഇടാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീഡിയോസൊക്കെ ഇടാം. നെറ്റൊക്കെ ശരിയായി. പിന്നെ കുട്ടികളുടെ പരീക്ഷയുടെ തിരക്കായി. അപ്പോൾ പിന്നെ പഠിപ്പിക്കലും കാര്യങ്ങളും ഒട്ടും ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ ഇടാനായിട്ട് വീണ്ടും ഡിലേ ആയി തുടങ്ങി. അതാണ് പിന്നെ ഇത്രയും വൈകിയത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഈവനിങ് വ്ളോഗ് കാണാം. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് തണ്ണിമത്തനും മുന്തിരിയൊക്കെ കൂടി പാലും പഞ്ചസാരയും ചേർത്ത് ചെറിയൊരു ജ്യൂസ് പോലെ, ജ്യൂസല്ല, ഇങ്ങനെ കോരി കഴിക്കാൻ പാകത്തിന് കട്ട് ചെയ്തിട്ടിട്ട്, പാലൊക്കെ ഉള്ള കാരണം കുറച്ച് അവർക്ക് അത് കുടിക്കാനും പറ്റും. അപ്പോൾ അവർക്കതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അവർക്കത് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ വൈകിട്ടത്തേക്ക് മാന്തൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. മാന്തളല്ലാതെ തന്നെ ഇവിടെ കറി വെക്കുന്നത് ആർക്കും വലിയ ഇഷ്ടമില്ല. അപ്പോൾ മാന്തൾ ഫ്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാന്തൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. മാന്തളെന്ന് വെച്ചാൽ ഭയങ്കര കൊച്ചു മാന്തളായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ കുറച്ച് സമയം പോയി. അപ്പോൾ എല്ലാതും ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ തോല് ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് ചെറുതായ കാരണം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലതായി തിരുമ്പിയിട്ട് ഒരു ചെറിയ പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്കത് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്യണ നേരത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ അത്ര നേരം അത് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അതിൽ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് പിടിക്കും. പിന്നെ പടവലങ്ങ ഉണ്ടായിരുന്നു. അത് നമ്മൾ മെഴുക്ക് പുരട്ടിയാണ് ചെയ്തത്. പടവലങ്ങ നന്നായി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു. എരിവിനാവശ്യമായിട്ട് പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്തു. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ചേർത്തു. ഇനി നമുക്കത് മെഴുക്ക് പുരട്ടി ചെയ്യാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പിടിച്ച് പടവലങ്ങയും കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കുക. മൂടി വയ്ക്കാൻ പാടില്ല. മൂടി വെച്ചാൽ പടവലങ്ങയിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും. അപ്പോൾ മൂടി വെച്ചാൽ ആ വെള്ളത്തിൻ്റെ അംശം പോവില്ല. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് സ്വാദം ഉണ്ടാവില്ല. അപ്പോൾ അത് തുറന്ന് വെച്ച് ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പടവലങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ് കഴിക്കാൻ. ഊണ് കഴിക്കേണ്ട നേരമായി തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. മീനൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ചാമ്പക്കായ ഉപ്പിലിട്ട് വെച്ചു. നമ്മുടെ വീട്ടിലുണ്ടായ ചാമ്പക്കായും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട കാന്താരി മുളകാണ്. ചാമ്പക്കായ നന്നായി വാഷ് ചെയ്ത് ഒന്ന് പൊളിച്ചെടുത്ത് അതിലെ കുരുവും കരടൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് കാന്താരി മുളക് 3-4 എണ്ണം, അധികം ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ 3-4 എണ്ണം ഒന്ന് ചെറുതായിട്ട് കീറിയിട്ട് അതിലേക്ക് ഇട്ടു. ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് അങ്ങനെ നമ്മൾ ചാമ്പക്കായ ഉപ്പിലിട്ടു. ചാമ്പക്കായ ഉപ്പിലിട്ട് കഴിയുമ്പോൾ അത് ചാമ്പക്കായ കഴിക്കാൻ നല്ല മധുരമാണ്. അപ്പോൾ പിന്നെ അതെല്ലാവർക്കും കുട്ടികൾക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചാമ്പക്കായ ഉപ്പിലിട്ട് വെച്ചു. അപ്പോൾ ഒരു 8 മണിക്കായി. 8 മണി 8:30ക്കുള്ളിൽ അപ്പോൾ ഞങ്ങളിവിടെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കും. അപ്പോൾ നമ്മൾ എല്ലാം കറികളൊക്കെ ടേബിളുമ്മ കൊണ്ടു വെച്ചു. അപ്പോൾ പിന്നെ സെർവ് ചെയ്യാണ്. ആദ്യം ചോറെടുത്തു. പിന്നെ നമുക്ക് മാങ്ങാച്ചാറുണ്ടായിരുന്നു. മൂവാണ്ട മാങ്ങാച്ചാറാണ്. അതിവിടെ തന്നെ
ഇട്ടതാണ്. പിന്നെ പടവലങ്ങ മെഴുക്ക് വരട്ടി, ഒഴിച്ചു കറിയായിട്ട് ചേനയിട്ട് വെച്ച മോര് കൂട്ടാണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ മാന്തൾ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.